മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജനുവരി 15 ധനുരാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ മകരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് സൂര്യൻ്റെ ശത്രുരാശിയാണെങ്കിലും ഇവിടെ സൂര്യന് അയനബലം ലഭിക്കുന്നതായിരിക്കും. കാരണം മകരസംക്രാന്തി ഉത്തരായനത്തിൻ്റെ ആരംഭത്തെ കുറിക്കുന്നതാണ്. സൂര്യൻ്റെ ഈ രാശിമാറ്റം കുംഭം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത്. കുംഭം രാശിക്കാരുടെ 7ാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ. രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ 12ാം ഭാവത്തിലേക്കാണ്. 12ൽ നിൽക്കുന്ന സൂര്യൻ മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത്. ശുഭഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ 12ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ അസൂയക്കാർ നിഷ്ക്രിയരാകുന്നതായിരിക്കും. ധനസംബന്ധമായി കോർട്ട് കേസുകളുണ്ടെങ്കിൽ വിരോധികൾ അതിൽ പരാജയപ്പെടുന്നതും നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യുന്നതായിരിക്കും. പൊതുവെ ഇവിടെ സൂര്യൻ നിൽക്കുന്നത് കോർട്ട് കേസുകൾ അത് സിവിലായാലും ക്രിമിനലായാലും നിങ്ങൾക്ക് അനുകൂലമാക്കുന്നതായിരിക്കും. 12ാം ഭാവം രോഗം, ആശുപത്രി എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നേരത്തെ മുതൽ രോഗപ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ചില രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വിഷമം അനുഭവപ്പെട്ടിരുന്നെങ്കിൽ അത് ഡയഗ്നോസ് ആകുന്നതും ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. ചിലപ്പോൾ ആശുപത്രിയോ ഡോക്ടറെയോ ഒക്കെ മാറ്റിയാലും ബെനിഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് സാധാരണ ജോലിയിൽ നിന്നും മാറി അൺകൺവെൻഷനലായ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതായിരിക്കും. ഈ സമയത്ത് ചിലവുകളിലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നെഗറ്റീവ് കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ യാത്രയിൽ ധനനഷ്ടം ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ചിലർക്ക് സന്തോഷക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതകളുണ്ട്, അതും മാനസികമായി. വേറൊരു കാര്യം, ഈ സമയത്ത് നിങ്ങൾക്ക് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നോട്ടീസോ മറ്റും ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. ഇത് ഇൻകം ടാക്സ്, GST, RTO അല്ലെങ്കിൽ മറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആകാം. സൂര്യൻ നിങ്ങളുടെ 7ാം ഭാവത്തിൻ്റെ അധിപനാണ്. ബിസിനസ്സിൽ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ അപ്രതീക്ഷിതമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഈ സമയത്ത് അപകീർത്തി വരുത്തുന്ന കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതിരിക്കുവാനും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ബിസിനസ് ചെയ്യുന്നവർ, പൊളിറ്റീഷ്യൻ എന്നിവർ. സൂര്യൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുന്നത് 6ാം ഭാവത്തിലാണ്. ഇത് നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത്. ലീഗൽ കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. ബാങ്ക് ലോണിനും മറ്റും അപ്ലൈ ചെയ്തവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതാണ്. കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടും. അതുപോലെ കടബാധ്യതകളുള്ളവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. വക്കീൽ, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ്, ആർക്കിടെക്റ്റ്, എൻജിനീയേഴ്സ് എന്നിങ്ങനെ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇത് ഉപജയസ്ഥാനമാണ്. പുരോഗതിയുടെ മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുമായിരിക്കും. 7ാം ഭാവാധിപനായതിനാൽ ദമ്പതികളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് സൂര്യൻ മകരത്തിൽ പ്രവേശിക്കുമ്പോൾ കുംഭം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.